എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും എന്തുകൊണ്ട് ഒരു ആൻസർ വന്നില്ല, എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻ വേർഡ്സ്. അർജുൻ ഇസ് വെൽ വേഴ്സ്ഡ് ഇൻ ദി നോളേജ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താ പറയുക? ബോട്ടണിസ്റ്റ് എന്ന് പറയും അല്ലേ, ബോട്ടണിസ്റ്റ്. അതായത് സസ്യശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് കേട്ടോ. സുവോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആനിമൽസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആനിമൽസിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളെയാണ് നമ്മൾ സുവോളജിസ്റ്റ് എന്ന് പറയുന്നത്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുരോഹിതനാണ് അല്ലേ. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, അറിഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറും. മെജോറിറ്റി കേസിലും ടെൻസ് മാറും. ഇനി ഇവിടെ നോക്കിയേ, ആർ യു ഡൂയിങ്. ആർ യു ഡൂയിങ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിട്ടാണ് മാറുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ നോക്കിയേ, ആം ഡൂയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. വിൽ ഡു ഫ്യൂച്ചറാണ്, വില്ലല്ലേ ഫ്യൂച്ചർ, അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ഇവിടെ നോക്കിയേ, വാട്ട് ഐ വാസ് ഡൂയിങ്. ഇവിടെ വാസും ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ആം ഡൂയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അപ്പോൾ ഇതും പറ്റില്ല. കിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ഇനി അതേസമയം ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് സപ്പോസ് ഈ ഓപ്ഷനകത്ത് ഹീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്ങിന് പകരം വാട്ട് വാസ് ഐ ഡൂയിങ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ കേട്ടോ. വാട്ട് വാസ് ഐ ഡൂയിങ് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ ഇത് തെറ്റാ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കില്ല എന്നുള്ള കാര്യം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും. എന്ത് രൂപത്തിലായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് രൂപം. സ്റ്റേറ്റ്മെൻറ്റ് രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഓക്സിലറി വെർബ്. ഇനി ഈ രണ്ട് കേസ് നോക്കിയേ. ആദ്യം വാട്ട്, പിന്നെ ആദ്യം എന്താ വരണ്ടേ? സബ്ജക്റ്റ് വരണം. ഇവിടെ എന്താ വന്നിട്ടുള്ള? ഓക്സിലറി വെർബാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റ്, ഇത് കറക്റ്റാന്ന് പറയാൻ കാര്യം. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ദേ ഈ കാണുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. CERTIFICATE. ഓക്കെ, നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഐ വിൽ ആൻസർ ദ ലെറ്റർ ടു നൈറ്റ്. അതായത് ഇന്ന് രാത്രി എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പം ഇന്ന് രാത്രി വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ. അപ്പം നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ വേണം പറയാൻ അല്ലേ, ഫ്യൂച്ചറിൽ വേണം പറയാൻ. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ സി വന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് ദി കറക്റ്റ് ആർട്ടിക്കിൾ. ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. അപ്പോൾ ഇതിനകത്ത് എച്ച് ഉണ്ടെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഓണസ്റ്റ് എന്നാണ് കേട്ടോ. ഓ വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ വരിക? ആൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ സൗണ്ട് നോക്കിയിട്ടാണ് ഇവിടെ ആർട്ടിക്കിൾ ഫില്ല് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഈ കണ്ടിട്ടല്ല, എച്ച് കണ്ടിട്ടല്ല കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യുക. എപ്പോഴും അതിൻ്റെ സൗണ്ട് നോക്കിയിട്ടാണ്. നെക്സ്റ്റ് വൺ, 46th വൺ. ചേഞ്ച് ടു പാസീവ് വോയിസ്. രാമു ഓപ്പൺ ദി ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ പാസീവ് ആക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആക്റ്റീവ് പാസീവിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണ്ടേ? ടെൻസ് മാറില്ല. എന്താണ്? ടെൻസ് മാറില്ല. പക്ഷേ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ടെൻസ് മാറും. ഇനി ഓപ്പൺഡ് എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്താ മനസ്സിലായേ? പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി അല്ലേ, സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസ് ഓപ്പൺഡ് പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഇതിനെ പാസീവ് ആക്കുമ്പോൾ സെയിം ടെൻസ് ആവണമല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇസ് ഉണ്ട്, അപ്പോൾ ഇത് പ്രസൻറ്റ്, അത് പറ്റില്ല. ഇത് എവിടെയും മിസ് ഉണ്ട്, ഇതും വേണ്ട. വില്ല് എന്ന് പറയുന്ന ഫ്യൂച്ചർ, അതും വേണ്ട. നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടി. എന്താ? വാസ് ഓപ്പൺഡ് അല്ലേ. അപ്പം ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ പാസീവിലാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. അതിനുശേഷം V3 ഫോം ഓഫ് ദി വെർബും ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്. ആൻ എയ്റോപ്ലെയിൻ ഡാഷ് മോർ ക്വിക്ക്ലി ദാൻ എ ബേർഡ്. ആൻസർ എന്തായിരിക്കും വരിക? ഇതൊരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും ഫില്ല് ചെയ്യുക. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫ്ലൈസ് അല്ലെങ്കിൽ ഫ്ലൈ എടുക്കാം അല്ലേ. ഫ്ലൈങ്ങും ഫ്ലൈഡൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ ആൻ എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സിംഗുലർ. ആൻ അല്ലെങ്കിൽ എ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഫ്ലൈസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഗിവ് ദി കറക്റ്റ് ഫോം ഓഫ് ദി ക്വസ്റ്റ്യൻ ടാഗ്.
ദ ഹോട്ടൽ ഇസ് എക്സ്പെൻസീവ്. ഇവിടുന്നാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പോസിറ്റീവ്, ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോട്ടോ അങ്ങനെയുള്ള റെയർലിയോ അങ്ങനെയുള്ള വാക്കുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആവണം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് അല്ലാത്ത ആൾക്കാരെയൊക്കെ എടുത്ത് മാറ്റാം. ഒന്നല്ലെങ്കിൽ വാസൻറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഇസൻറ്റ് ഇറ്റ്. ഇനി ഇവിടെ നോക്കിയ ഹോട്ടൽ ഇസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇസിൻ്റെ ഒപ്പം ഒരു നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് പറയാം. ഇസൻറ്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. മൈ ബർത്ത്ഡേ ഇസ് ഡാഷ് 9th September. എന്താ ആൻസർ വരിക? ഏത് പ്രപ്പോസിഷനാണ്? ഓൺ ആണ്. ഓൺ 9th September ആണ്. അപ്പോൾ എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ഡേയ്സും അതുപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ വരുന്ന കേസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഓൺ സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു ദിവസം പറയണം, ഓൺ സൺഡേ, അല്ലെങ്കിൽ ഓൺ 6th March, അല്ലെങ്കിൽ 9th September എന്നൊക്കെ ഒരു ഡേറ്റ് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. ഇനി ഇന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഈ മാസം പറയുന്ന കേസ് അതുപോലെ തന്നെ ഇയർ പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ, ആ വർഷത്തിനകത്ത് എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ കുറച്ചൊരു ഡ്യൂറേഷൻ വരുന്ന കേസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്നായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ മെയ് അല്ലെങ്കിൽ ഇൻ 1990. അപ്പോൾ 1990കളിൽ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐ വിൽ ബി ബാക്ക് ഡാഷ് അബൌട്ട് 10 minutes. ആൻസർ വരുന്നത് ഇൻ ആണ് കേട്ടോ. ഐ വിൽ ബി ബാക്ക് ഇൻ അബൌട്ട് 10 minutes. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് നമ്മൾ ഈ ബൈ യൂസ് ചെയ്യുന്നത്? ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ വരിക എന്നുള്ള മീനിങ്ങിലൊക്കെ വരുമ്പോൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ വിൽ ബി ബാക്ക് ബൈ 2 PM, 2 മണിക്കുള്ളിൽ ഞാൻ എത്തിയിരിക്കും, ആ ഒരു മീനിങ്ങിൽ കേട്ടോ. ഒരു ടൈം ലിമിറ്റ് ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ഐ വിൽ ബി ബാക്ക് ബൈ ടുമാറോ, നാളേക്കുള്ളിൽ ഞാൻ എന്തായാലും വന്നിരിക്കും, ആ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ദേ ഡാഷ് ഇഫ് ഐ ഡിഡിൻ ഗോ ടു ദെയർ പാർട്ടി. അപ്പോൾ നമ്മുടെ ഇഫ് കണ്ടീഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്, ഐ മീൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദേ ഡാഷ് ഇഫ് ഐ ഡിഡിൻ ഗോ ടു ദെയർ പാർട്ടി. ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ വുഡ് ബി ഒഫൻഡഡ്. എന്താണ് വുഡ് ബി ഒഫൻഡഡ്? എങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറയാം കേട്ടോ. ഇപ്പോൾ ഇഫ് ഐ ഡിഡിൻ ഗോ ആണ്. അപ്പോൾ ഡിഡിൻറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരണമെങ്കിൽ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം? വുഡ് ഉണ്ടാവണം. അപ്പോൾ വുഡ് ഉണ്ട്. വുഡിന് ശേഷം എന്താ വരണ്ടേ? V1 ഫോം ഓഫ് ദി വെർബ് വരണം അല്ലേ. V1 ഫോം എന്ന് പറയുമ്പോൾ ബി ആണ് വരിക കേട്ടോ. ഇനി ഈ ബിയുടെ V3 ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബീൻ എന്ന് പറയുന്നത് V3 ഫോമാണ്. അതുപോലെ തന്നെ V1ൻ്റെ ഐ മീൻ V2 ഫോം എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേറൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ് പ്ലസ് V1 ഫോം. അപ്പോൾ നമ്മുടെ ആൻസർ വുഡ് ബി ഒഫൻഡഡ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, ക്യാമോഫ്ലേജ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താ വരിക? ദേ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ. CAMOUFLAGE, ഫ്ലേജ് കേട്ടോ. FLAGE എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ദ സിനോണിം ഓഫ് ദി വേർഡ് ഇൻഇമിറ്റബിൾ. ഇൻഇമിറ്റബിളിൻ്റെ സിനോണിം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻകമ്പയറബിൾ, റെസ്റ്റ്ലെസ്, ഷെയിംഫുൾ, അൺഅവോയ്ഡബിൾ. ഇൻഇമിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇൻകമ്പയറബിൾ ആണ് കേട്ടോ. ഇൻകമ്പയറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കാനാവാത്ത, അതായത് മികച്ച, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻഇമിറ്റബിൾ. ഓക്കെ, ഇമിറ്റേറ്റ് ചെയ്യാന്നൊക്കെ നമുക്കറിയാലോ, അനുകരിക്കുക. അപ്പോൾ ഇൻഇമിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ കഴിയാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം നോക്കാം. ദാറ്റ് പെയർ ഓഫ് സിസേഴ്സ് ഡാഷ് ടു മീ. ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ ബിലോങ്സ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയേ? സാധാരണ നമ്മൾ ഈ സിസേഴ്സ്, അതുപോലെ തന്നെ ട്രൗസേഴ്സ്, പിന്നെ എന്തൊക്കെയാണ് പാൻസ്, ബൈനോക്കുലേഴ്സ്, ഇങ്ങനെ നമുക്ക് സോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പെയർ എന്നുള്ള രീതിയിലൊക്കെ വരും, 2 എണ്ണമായിട്ടൊക്കെ തോന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ, സിസേഴ്സ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പാൻസ്, ട്രൗസേഴ്സ് ഒക്കെ ഒറ്റയ്ക്കായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിലോങ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, പെയർ ഓഫ് അല്ലേ, പെയർ ഓഫ്. അങ്ങനെ പെയർ ഓഫ് എന്നുള്ള വാക്ക് എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സിംഗുലർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിംഗുലർ വെർബ് തന്നെ വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബിലോങ്സ്. അടുത്ത ചോദ്യം നോക്കാം. ഐ ഹാഡ് ലോസ്റ്റ് മൈ എയർ ടിക്കറ്റ് ബട്ട് മാനേജ് ടു ഗെറ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് ഡാഷ്. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ആൻസർ ഇൻ ദ നിക്ക് ഓഫ് ടൈം ആണ് കേട്ടോ. ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവസാന നിമിഷത്തിന് തൊട്ട് മുമ്പ് എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻ ദ നിക്ക് ഓഫ് ടൈം, അവസാന നിമിഷത്തിന് തൊട്ട് മുമ്പ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരിക. ഇനി ഇവിടെ നോക്കി, ഐ ഹാഡ് ലോസ്റ്റ് മൈ എയർ ടിക്കറ്റ്. എൻ്റെ എയർ ടിക്കറ്റ് ഞാൻ മിസ് ചെയ്തു, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവസാന നിമിഷം കിട്ടി, അവസാന നിമിഷത്തിന് മുമ്പ് കിട്ടി എന്നൊക്കെ ഒരു മീനിങ് ആണ് വരിക കേട്ടോ.
ഇനി എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്താ? അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ? അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ ഒരിക്കലും ഒരു ബോൾട്ട് പെട്ടെന്ന് വീഴും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഫ്ലൈയിങ് കളേഴ്സ് സക്സസ്ഫുൾ ആവുക. അറ്റ് ആൻ ആംസ് ലെങ്ത്, അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു ബി അറ്റ് എ ഡിസ്റ്റൻസ് വിത്ത് സമ്മൺ, അതായത് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ, അറ്റ് ആൻ ആംസ് ലെങ്ത്. അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. വാട്ട് ഇസ് യുവർ പ്രോബ്ലം സെഡ് ദി ഇൻസ്പെക്ടർ ടു മീ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെയും കണ്ടു ഇതേപോലൊരു ക്വസ്റ്റ്യൻ അല്ലേ, WH വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നമുക്കറിയാം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്ന സമയത്ത് ടെൻസ് മാറും അല്ലേ, മെജോറിറ്റി കേസിലും ടെൻസ് മാറും. ഇനി ഇവിടെ ഇസ് ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ മനസ്സിലായി പ്രസൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അത് എന്തായിട്ട് മാറും? ഇസ് എന്നുള്ളത് പാസ്റ്റ് ആയിട്ട് മാറും അല്ലേ, പ്രസൻറ്റൻസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉള്ള ഓപ്ഷൻസ് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു വാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കാം, അവിടെ നിൽക്കട്ടെ. അടുത്തത് ഇസ് ആണ്, വാട്ട് ഇസ്. അപ്പോൾ ഇസ് പറ്റില്ലല്ലോ, അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു വാസ് ഉണ്ട്, അപ്പോൾ ഇതും പരിഗണിക്കാം. ഇനി ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കാണിക്കുന്ന ഒന്നുമില്ല, അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇനി അതിൽ നിന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? റിപ്പോർട്ടഡ് സ്പീച്ച് ആവുമ്പോൾ അവിടെ നമ്മൾ ടോൾഡ് പറയില്ല കേട്ടോ, പകരം എന്താ പറയുക? ആസ്ക്ഡ് മീ എന്നാണ് പറയുക കേട്ടോ. ആസ്ക്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താണ് ആൻസർ? ദ ഇൻസ്പെക്ടർ ആസ്ക്ഡ് മീ വാട്ട് മൈ പ്രോബ്ലം വാസ്. അടുത്ത ചോദ്യം. ഐ അറേഞ്ച് ടു മീറ്റ് ജെയിൻ ആഫ്റ്റർ വർക്ക് ലാസ്റ്റ് നൈറ്റ് ബട്ട് ഷീ ഡിഡ്ന്റ് ഡാഷ്. ആൻസർ ഏത് ഫ്രേസൽ വെർബാ വരിക? ടേൺ അപ്പ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവ് ചെയ്യാന്നൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ജെയിനുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ബട്ട് ഷീ ഡിഡ്ന്റ് അറൈവ് അല്ലെങ്കിൽ ടേൺ അപ്പ് കേട്ടോ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ ടേൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഇൻ എന്ന് പറഞ്ഞാൽ ടെൽ ദി പോലീസ് അബൌട്ട് സമ്മൺ, ആരെങ്കിലും കുറിച്ച് പോലീസിൻ്റെ അടുത്ത് പറയുന്ന അതിനെയാണ് നമ്മൾ പറയുക ടേൺ ഇൻ കേട്ടോ. അപ്പോൾ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മീനിങ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത വാക്ക് ടേൺ ഓഫ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സ്റ്റോപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ ടേൺ എവേ. ടേൺ എവേ എന്ന് പറഞ്ഞാൽ ടു റെഫ്യൂസ് ടു ലെറ്റ് സമ്മൺ കം ഇൻ ടു എ പ്ലേസ്, അതായത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് വിടാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അങ്ങോട്ട് വരാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു മീനിങ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂറിസ്റ്റ് വർ ടേൺഡ് എവേ അറ്റ് ക്രോസിങ് ദി പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവരെ അനുവദിക്കാതിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് വൺ. ഐ ഹാവൻ ഗോട്ട് ഡാഷ് മണി, ക്യാൻ യു ലെൻ മീ സം. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ആൻസർ എനി മണിയാണ് കേട്ടോ. ഐ ഹാവൻ ഗോട്ട് എനി മണി, ക്യാൻ യു ലെൻ മീ സം. എന്തുകൊണ്ടാണ് എനി വന്നത്? റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഹാവിൻറ്റ്. ഹാവിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് നോട്ട് അല്ലേ, നോട്ട് ഉണ്ട് അപ്പോൾ ഇതിനകത്ത്. അപ്പോൾ ഒരു നോട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള നണ്ണും നോയും യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നണ്ണും നോയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒന്നല്ലെങ്കിൽ എനി അല്ലെങ്കിൽ സം. ഇനി നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക എനിയാണ്. ഓക്കെ, ഇനി സം എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ സപ്പോസ് ഐ ഹാവ് ഗോട്ട് സം മണി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് പോസിറ്റീവാണ് സെൻറ്റൻസ്. ഐ ഹാവിൻ്റെ വരുമ്പോഴാണ് നമ്മൾ അവിടെ എനി യൂസ് ചെയ്യുക. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്? ആൻസർ എൻട്രിപ്രനർ അല്ലേ. എൻട്രിപ്രനർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യവസായ സ്ഥാപനമൊക്കെ ആരംഭിക്കുന്ന ഒരാൾ, നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു വാക്ക് തന്നെയാണ് എൻട്രിപ്രനർ. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. NTRE പിന്നെ പ്രീ NEUR. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. NEUR. അപ്പോൾ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ മീനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനൊരു ചെറിയൊരു കോഡ് സെറ്റ് ആക്കാം. അതായത് ഒരു വ്യവസായം, ഒരു സ്ഥാപനം ആരംഭിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ ആ സ്ഥാപനം ആരംഭിക്കാൻ പോണത് നീയാണെന്ന് ആലോചിക്കുക. നീയും യുവറും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എൻട്രിപ്രനർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. NEUR ആണ്. പിന്നെ പ്രീ ഉണ്ട്, ENTRE ഉണ്ട്. പിന്നെ മൊമെൻറ്റോ എന്നുള്ള വാക്കില്ല കേട്ടോ, മെമെൻറ്റോ എന്ന് പറയും. മെമെൻറ്റോ നമ്മളിങ്ങനെ ഒരാളുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കുന്ന അതിനൊക്കെയാണ് നമ്മൾ മെമെൻറ്റോ എന്ന് പറയാം. മെമ്മറി അത് വെച്ചിട്ട് നമുക്ക് ME വെച്ചിട്ട് തന്നെ ആലോചിക്കാം. പിന്നെ ഹൈറാർക്കി HIE ആണ് വരിക. എംബറാസ്മെൻറ്റിൻ്റെ എന്താ 2 R വേണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അടുത്തത് നോക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഇസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദി വേർഡ് ഗിവൺ. ക്വെൻറ്റ്. ക്വെൻറ്റിൻ്റെ സിമിലർ മീനിങ്, സിനോണിയമായിട്ട് വരുന്ന വാക്ക് ഇതിനകത്ത് ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കുമ്പോണ്ടല്ലോ, ഇവിടെ നോർമൽ കണ്ടു, പിന്നെ ഓർഡിനറി കണ്ടു. ഇത് രണ്ടും ഏതാണ്ട് ഒരേ മീനിങ് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആവാനുള്ള ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. നമ്മുടെ ആൻസർ അൺയൂഷ്വൽ ആണ്. അപ്പോൾ ക്വെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ക്വെൻറ്റ്, അതായത് അൺയൂഷ്വൽ.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ ബ്രേവ് ബോയ് അലോങ് വിത്ത് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഡാഷ് ബീങ് ഓണേർഡ് ബൈ ദി മിനിസ്റ്റർ അറ്റ് ദി ഇനോഗ്രൽ ഫംഗ്ഷൻ. ആൻസർ എന്താ വരിക? ആൻസർ എസ് ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു എന്നുള്ള വാക്കുകളൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സബ്ജക്റ്റ് എന്താ? ദ ബ്രേവ് ബോയ് അല്ലേ, ദ സ്പെസിഫിക് ആയിട്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സിംഗുലർ ആയിട്ട് വരണം. ആറും ഹാവും നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഹാസ് ബീയിങ് ഓണേർഡ് നമ്മൾ പറയില്ല, ഹാസിന് ശേഷം നമ്മൾ ബീനെ യൂസ് ചെയ്യാറുള്ളൂ അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ആൻസർ ഇസ് ആണ് കേട്ടോ. ഇസ് ബീയിങ് ഓണേർഡ് ബൈ ദി മിനിസ്റ്റർ അറ്റ് ദി ഇനോഗ്രൽ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പ്ലൂറൽ ആയിട്ടുള്ള ആൻസറിലേക്ക് പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവരിബഡി നോസ് ദി ആൻസർ, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡസ് ഹീയും ഡൂ ദേയും എടുത്ത് മാറ്റാം. പിന്നെ ഡസൻറ്റ് ഹി, ഇവിടെ എവരിബഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഡോൺ ദേ ആണ്. ഓക്കെ, ഡസൻറ്റ് ദേ എന്ന് നമ്മൾ പറയില്ല, അതുകൊണ്ടാണ് ഡോൺ ദേ ആൻസർ ആയിട്ട് വന്നത്. അടുത്ത ചോദ്യം, ചേഞ്ച് ദി വോയിസ്. ഹി ഹാസ് ഡ്രോൺ മെനി പിക്ചേഴ്സ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ സിമ്പിളാണ്. ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് ടെൻസ് മാറില്ല, അത് ഓർത്ത് വയ്ക്കണം. പക്ഷേ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറും. ഇനി ആക്റ്റീവിനകത്ത് ഹാസ് ഉണ്ടെങ്കിൽ പാസീവിനകത്ത് എന്തായാലും ഏത് വാക്കുണ്ടാവും? ബീൻ ഉണ്ടാവും അല്ലേ. ഹാസ്, ഹാവോ, ഹാഡ് ആക്റ്റീവിനകത്ത് ഉണ്ടെങ്കിൽ പാസീവിനകത്ത് ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും, പ്ലസ് V3 ഫോമും ഉണ്ടാവും. ഇനി നോക്കിയിട്ട് പറഞ്ഞേ, നമുക്കതേ ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് ബീൻ എവിടേക്കുള്ളത് നോക്കാം കേട്ടോ. അത് ഇവിടെ ഒരു ബീൻ ഇരിപ്പുണ്ട്, ഇവിടെയും ബീൻ ഉണ്ട്. ഇനി ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ മെനി പിക്ചേഴ്സ് വേണം സബ്ജക്റ്റ് ആയിട്ട് വരാൻ. അപ്പോൾ പിക്ചേഴ്സ് എസ് ഉണ്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പ്ലൂറൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാസ് പറ്റില്ല, പകരം ഞാൻ എന്ത് യൂസ് ചെയ്യണം? ഹാവ് യൂസ് ചെയ്യണം. നമ്മുടെ ആൻസർ ഹാവ് ബീൻ, മെനി പിക്ചേഴ്സ് ഹാവ് ബീൻ ഡ്രോൺ ബൈ ഹിം. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദി റൈറ്റ് ഫ്രേസൽ വെർബ്. എവ്രി വൺ എഗ്രി ടു മീറ്റ് അറ്റ് 10 ബട്ട് ഹീ നെവർ ഡാഷ്. ആൻസർ വരുന്നത് ടേൺഡ് അപ്പ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെയും ഇതേപോലെ തന്നെ ഒരു ഫ്രേസൽ വെർബ്, എനിക്ക് തോന്നുന്നു ഈ ഫ്രേസൽ വെർബ് തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിരുന്നത് അല്ലേ. അപ്പോൾ ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എറൈവ്. അപ്പോൾ എല്ലാവരും 10 മണിക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ എഗ്രി ചെയ്തിരുന്നു, പക്ഷേ അവൻ മാത്രം വന്നില്ല എന്നൊരു മീനിങ്ങാണ് അല്ലേ. വന്നില്ല, എറൈവ് ചെയ്തില്ല. അപ്പോൾ ടേൺഡ് അപ്പ് ആണ് കേട്ടോ, ടേൺഡ് അപ്പ്. പിന്നെയുള്ളത് ഏതാ വരുന്നത്? ടേൺഡ് ഓവർ. ടേൺഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൺട്രോൾ വേറൊരാൾക്ക് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ, ടേൺഡ് ഓവർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദ CEO ടേൺഡ് ഓവർ ദി കമ്പനി ടു ഹെർ സൺ. അപ്പം സിഇഒയുടെ ആ ഒരു അധികാരമൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് സണ്ണിന് കൊടുത്തു എന്നൊക്കെ ഒരു മീനിങ് ആണ്, അതാണ് ടേൺഡ് ഓവർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹി വുഡ് നോട്ട് ഹാവ് മെയ്ഡ് ഫോർമൽ കംപ്ലയിൻറ്റ് അൺലെസ് യു ഡാഷ് ഹിം. ഇവിടെ നോക്കിയാൽ ഹാവ് ഉണ്ട്, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. മേക്കിൻ്റെ V3 ഫോമാണ് മെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്ത് ഉണ്ടാവണം? വളരെ സിമ്പിളാണ്. ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഹാഡ് ഉണ്ടാവും, പ്ലസ് V3 ഫോം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹാഡ് ഇൻസൾട്ടഡ് ആണ് ആൻസർ വരുന്നത്. അൺലെസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ എക്സ്ട്രാ ഒരു നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹാഡ് ഇൻസൾട്ടഡ്. നെക്സ്റ്റ് വൺ, ദ ടീച്ചർ കൺഗ്രാജുലേറ്റഡ് ദ സ്റ്റുഡൻറ്റ് ഡാഷ് ഹിസ് സക്സസ്. ആൻസർ വരുന്നത് ഓൺ ഹിസ് സക്സസ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, ഓൺ ഹിസ് സക്സസ്. അടുത്ത ചോദ്യം നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ശ്രദ്ധിച്ചോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ്. നോ സൂണർ. നോ സൂണർ വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഒന്ന് നോക്കിയിട്ട് പറയാമോ? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ. അപ്പോൾ എങ്ങനെയാണ് ഈ ആൻസർ എത്തിയെന്നുള്ളത് പറയാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നോ സൂണർ ഹാഡ് ദി ഫിലിം സ്റ്റാർ അറൈവ്ഡ് ദാൻ ദി പ്രോഗ്രാം ബിഗാൻ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടിയെന്നുള്ളത് പറയാം കേട്ടോ. ഈ നോ സൂണർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, നോ സൂണർ, അത് മാത്രമല്ല കുറച്ച് വാക്കുകൾ ഞാൻ ഒന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. നോ സൂണർ, ഹാർഡ്ലി, പിന്നെ സെൽഡം, നെവർ, റെയർലി, പിന്നെ അണ്ടർ നോ സർക്കംസ്റ്റൻസസ്, ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറച്ച് വാക്കുകൾ. ഇതെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നെഗറ്റീവായിട്ട് വരുന്ന വാക്കുകളാണെങ്കിൽ അതിന് ശേഷം വരേണ്ട, ശ്രദ്ധിച്ച് കേൾക്കണേ, അതിന് ശേഷം എന്താ വരണ്ടേ? ആദ്യം ഓക്സിലറി വെർബ് വരണം. എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. കിട്ടിയോ? അപ്പോൾ ഇവിടെ നോക്കിയേ, നോ സൂണർ വന്നു. പിന്നെ നമുക്ക് ആദ്യം എന്താ വേണ്ട? ഓക്സിലറി വെർബ് വരണം. അപ്പോൾ ഇവിടെ ദാന വന്നിട്ടില്ല. ഈ കേസിലാണെങ്കിൽ ദാന. അപ്പോൾ ഇത് ഓക്സിലറി വെർബെല്ലാം നമുക്കിത് ക്യാൻസൽ ചെയ്യാം. നോ സൂണറിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ദ ഫിലിം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ. ഇതെടുത്ത് നമുക്ക് മാറ്റാം, ഇതും വേണ്ട. പിന്നെ ഡിഡ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പിന്നെ ഇതെന്തുകൊണ്ടാണ് തെറ്റിയെന്നുള്ളത് പറയാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഡിഡ് ദി ഫിലിം സ്റ്റാർ അറൈവ്ഡ്. അപ്പോൾ ഇവിടെ ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ED ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയില്ലേ ഡിഡ് ഗോ എന്നാ പറയുള്ളൂ. ഡിഡ് ഗോ എന്ന് പറയുന്നതാണ് വെൻറ്റ്.
അല്ലെങ്കിൽ ഡിഡ് സിങ് എന്ന് പറയുന്നതാണ് സാങ്. അപ്പോൾ ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ പോയിട്ട് ഒരു ഇ ഡി ചേർത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഇതാണ് ആൻസർ ആയിട്ട് വരിക. നോ സൂണർ ഹാഡ് ദി ഫിലിം സ്റ്റാർ അറൈവ്ഡ് ആൻഡ് ദി പ്രോഗ്രാം ബിഗാൻ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവേർഷൻ റൂൾ. ഇതൊന്നും ചോദിക്കില്ല, എന്നാലും അറിഞ്ഞിരിക്കുക കേട്ടോ, ഇൻവേർഷൻ റൂൾ. ഇപ്പോൾ സപ്പോസ് ഐ എയ്റ്റ് മാംഗോ ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അതായത് ഞാൻ മാംഗോ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എന്താ വന്നിട്ടില്ല? സബ്ജക്റ്റ് വന്നു, അതിനുശേഷമാണ് വെർബ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ അതായത് നെഗറ്റീവ് വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ആദ്യം എന്താ വരണ്ടേ? ആദ്യം വെർബാണ് വന്നിട്ടുള്ളത്, അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻവേർഷൻ വന്നേക്കാണ് കേട്ടോ. അതായത് സബ്ജക്റ്റ് ഇങ്ങനെ നെഗറ്റീവ് വരുന്ന കേസുകൾ സബ്ജക്റ്റും വെർബും എന്താ പറയുക, ഇൻവേർട്ട് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ ഇൻവേർഷൻ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ദി ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ നേറ്റീവ്സ് ആസ് ദി ടൂറിസ്റ്റ് ഡിഡ് യു എൻജോയ് ദ ഡേ. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പറയണം അല്ലേ, റിപ്പോർട്ട് ചെയ്ത് പറയണം. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദ നേറ്റീവ്സ് ആസ് ദി ടൂറിസ്റ്റ് ഇഫ് ദേ ഹാഡ് എൻജോയ് ദ ഡേ. അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്ന് പറയാം കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഡിഡ് യു എൻജോയ് ദ ഡേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ഒരു ആൻസർ ആണെന്ന് വിചാരിച്ചോ. ഡിഡ് യു എൻജോയ് ദ ഡേ, നീ ആ ദിവസം എൻജോയ് ചെയ്തോ? അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയും. അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് എന്തായാലും ഒരു ഇഫ് അല്ലെങ്കിൽ വെദർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇഫ് ഇവിടെ ഉണ്ട്, നമുക്ക് ആൻസർ കിട്ടി. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നോക്കുക. ഇവിടെ ഡിഡ് യു എൻജോയ് ദ ഡേ, ഡിഡ് ഉണ്ട്, ഡിഡ് ഉണ്ട്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് വരണം? ഏതായിട്ട് വരണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരണം അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് വേണം പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് വരണം. അപ്പോഴും കണ്ടോ, ഹാഡ് ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. നമ്മുടെ ആൻസർ ദ നേറ്റീവ്സ് ആസ് ദി ടൂറിസ്റ്റ് ഇഫ് ദേ ഹാഡ് എൻജോയ്ഡ് ദ ഡേ. അടുത്ത ചോദ്യം നോക്കാം. ദർ ഡാഷ് വാട്ടർ ഇൻ ദി കെറ്റിൽ. ആൻസർ എന്താ വരിക? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഇസൻറ്റ് എനി ആണ് കേട്ടോ. എങ്ങനെ ആൻസറിലേക്ക് എത്തിയേ? ഇത് ഇവിടെ ഡാഷിന് ശേഷം വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും കേട്ടോ. നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറഞ്ഞ പ്ലൂറൽ അല്ലേ, നമുക്ക് എടുത്ത് മാറ്റാം, ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇസൻറ്റ് എനി അല്ലെങ്കിൽ ഇസൻറ്റ് സം. ഇനി ഇസൻറ്റ് നോട്ട്, അതായത് നെഗറ്റീവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ എനിയാണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇസൻറ്റ് എനി വാട്ടർ ഇൻ ദി കെറ്റിൽ. കിട്ടിയോ? നെക്സ്റ്റ് വൺ. ദിസ് ഇസ് ദി റെപ്യൂട്ടബിൾ കമ്പനി ഇൻ ദിസ് ഫീൽഡ്. ഫൈൻഡ് ദി വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു റെപ്യൂട്ടബിൾ. റെപ്യൂട്ടബിളിൻ്റെ ആൻറ്റോണിം എന്താണ്, ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡിസ്റെപ്യൂട്ടബിൾ ആണ് കേട്ടോ, ഡിസ്റെപ്യൂട്ടബിൾ. അടുത്ത ചോദ്യം നോക്കാം. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലീഡർ വാസ് ടെല്ലിംഗ്. ചൂസ് ഫ്രം ദി ഓപ്ഷൻസ് ദ ഫ്രേസൽ വെർബ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദി അണ്ടർലൈൻ വേർഡ്. ഈ അണ്ടർസ്റ്റാൻഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അണ്ടർസ്റ്റാൻഡ്. ആൻസർ മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഐ കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ദ ലീഡർ വാസ് ടെല്ലിംഗ്. എനിക്ക് എന്താണ് ലീഡർ പറയണത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ മേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, മേക്ക് വെച്ചിട്ടുള്ളത് മാത്രമായിട്ട്. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാം. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ ലുക്ക് ഡാഷ് ദി ലോസ്റ്റ് പെൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 4 ആണ്, ലുക്ക് 4 ആണ് കേട്ടോ. ക്യാൻ യു ഹെൽപ്പ് മീ ലുക്ക് 4 ആണ്, ലുക്ക് ഫോർ ദി ലോസ്റ്റ് പെൻ. അടുത്ത ചോദ്യം. ദ സസ്പെക്റ്റഡ് മാൻ ഡാഷ് ബിഫോർ ദി പോലീസ് റീച്ച് ദി ഹാൾ. ആൻസർ എന്താ വരിക? ഹാഡ് ലെഫ്റ്റ് ആണ്. സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്തും രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പം ബിഫോർ ദി പോലീസ് റീച്ച് ദി ഹാൾ, അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വരേണ്ടത് അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അടുത്ത ചോദ്യം നോക്കാം. സെവറൽ ന്യൂ ജേംസ് ഡാഷ് റീസെൻ്റ്ലി സേസ് ദി സയൻറ്റിസ്റ്റ്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഹാവ് എമേർജ്ഡ് ആണ് കേട്ടോ, ഹാവ് എമേർജ്ഡ്. എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയേ? ദേ ഇവിടെ റീസെൻ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. ഈ വാക്ക് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആയിട്ടാണ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വാക്ക് സാധാരണ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ സെവറൽ ന്യൂ ജേംസ് ഹാവ് എമേർജ്ഡ് റീസെൻ്റ്ലി. അപ്പോൾ ഇവിടെ ഹാവ് ഉണ്ട്, എമേർജ്ഡ് ഉണ്ട്, പക്ഷേ ഇതിനിടയിൽ ഒരു ബീൻ ഉണ്ട്, അതായത് പാസീവാണ്. അപ്പോൾ ഇത് പാസീവിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് ഈ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പാസീവാണോ ആക്റ്റീവാണോ? ആക്റ്റീവാണ്. കാരണം നമ്മൾ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് എമേർജ് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ, ന്യൂ ജേംസ് ആണ്. അത് തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പാസീവ് ആവാത്തത് കേട്ടോ. അപ്പോൾ സെവറൽ ന്യൂ ജേംസ് ഡാഷ് റീസെൻ്റ്ലി സേസ് എ സയൻറ്റിസ്റ്റ് ഹാവ് എമേർജ്ഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണാം. അടുത്ത ചോദ്യം നോക്കാം. ദേ ഹാവ് ഡെലിവേർഡ് ദി പാഴ്സൽ ഇൻ ടൈം. ദ സെൻറ്റൻസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ് ആസ്. ആൻസർ എന്താ വരിക? ആൻസർ
ഓപ്ഷൻ ബി ആണ് കേട്ടോ. ദ പാഴ്സൽ ഹാസ് ബീൻ ഡെലിവേർഡ് ഇൻ ടൈം. സിമ്പിളാണ്. അതായത് നമ്മൾ ഈ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കിയില്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇവർ ഇവിടെ കൊടുത്തേക്കുന്നത് ദ സെന്റൻസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് മീനിങ് മാറാൻ പാടില്ല, ടെൻസ് മാറാൻ പാടില്ല അല്ലേ. അപ്പം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് ഏത് വാക്കുണ്ടാവും? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും അല്ലേ. അപ്പം തന്നെ നമുക്ക് ഈ ആൻസർ എടുത്ത് മാറ്റാം, ഇതും എടുത്ത് മാറ്റാം. പിന്നെ ബീന് വരുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. എന്താ പാഴ്സൽ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹാവ് പറ്റില്ല, ഹാസേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ, ഇതിനെ പാസീവ് ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ഡു യു മൈൻഡ് ഡാഷ്. എന്താ ആൻസർ വരിക? ഗിവിങ് മീ എ ചാൻസ് ആണ്. ഡു യു മൈൻഡ് ഗിവിങ് മീ എ ചാൻസ്. ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡിനൊക്കെ ശേഷം നമ്മൾ വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ട് പറയണം കേട്ടോ, ഗിവിങ് മീ എ ചാൻസ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഓൾഡ് ബിൽഡിംഗ് ഇസ് വെൽ ഡിസൈൻഡ്. ആൻസർ എന്താ വരിക? ഓൾഡോ ആണ് കേട്ടോ. ഓൾഡോ ഓൾഡ് ദ ബിൽഡിംഗ് ഇസ് വെൽ ഡിസൈൻഡ്. വളരെ ഓൾഡ് ആയിരുന്നിട്ട് കൂടി ബിൽഡിംഗ് നല്ല ഡിസൈൻഡ് ആണെന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബട്ടും സ്റ്റില്ലും യെറ്റൊക്കെ നമ്മൾ സാധാരണ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കൂടുതലും യൂസ് ചെയ്യുന്നത് ഓൾഡോ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഷുഡ് ഡു ഡാഷ് ഡ്യൂട്ടി. വൺ ഷുഡ് ഡു ആണ്. അപ്പോൾ വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി ആണ് കേട്ടോ, വൺസ് ഡ്യൂട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ സപ്പോസ് എവ്രി വൺ, സം വൺ, എനി വൺ, നോ വൺ, എവ്രിബഡി, സംബഡി, അല്ലെങ്കിൽ എനിബഡി, നോബഡി, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് വരണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണ പ്രോനൗൺ എന്ന് പറയണത് ഒന്ന് അല്ലെങ്കിൽ ഹീ അല്ലെങ്കിൽ ഹിസ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എവ്രി വൺ അല്ലെങ്കിൽ സം വൺ, എനി വൺ, നോ വൺ, ഇങ്ങനെ വണ്ണ് വരുന്ന കേസും അതുപോലെ തന്നെ ബഡി വരുന്ന എവ്രിബഡി, സംബഡി, എനിബഡി, നോബഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഏതായിരിക്കും? ഹീ അല്ലെങ്കിൽ ഹിസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് എനിബഡി ലോസ്റ്റ് എ പേഴ്സ് ഡാഷ് ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഓഫീസ്. ഇഫ് എനിബഡി ലോസ്റ്റ് എ പേഴ്സ്, അപ്പോൾ എന്താ വരിക? ആൻസർ വരുന്നത് ഹീ ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഓഫീസ് ആണ്. കിട്ടിയോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ക്വാറന്റൈൻ. ക്വാറന്റൈൻ്റെ സ്പെല്ലിംഗ് എന്താ വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ, ക്വാറന്റൈൻ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, ഈ ക്വാറന്റൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഉറുമ്പ് കടിക്കും എന്നുള്ള രീതിയിൽ കേട്ടോ. ആൻഡ് നമ്മളെപ്പോഴും വീട്ടിലല്ലേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഉറുമ്പ് കടിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ആൻഡ് ഉണ്ട്, പിന്നെ INE. ഓക്കെ, ക്വാർ ആൻഡ് ഇൻ ആണ്. ഓക്കെ, ക്വാറന്റൈൻ. ഓക്കെ, അടുത്തത് ദ മാനേജർ ഇസ് ഇൽ ആൻഡ് വീൽ ഹാവ് ടു ഡാഷ് ദി മീറ്റിംഗ് ഫോർ ഫ്യൂ ഡേയ്സ്. അപ്പോൾ വീൽ ഹാവ് ടു പോസ്റ്റ്പോണ്ട് ആണ്. പോസ്റ്റ്പോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് ഓഫ് ആണ് അല്ലേ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് എവേ എന്ന് പറഞ്ഞാൽ നീക്കി വയ്ക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഫ്രേസൽ വെർബിൻ്റെ ഒക്കെ വീഡിയോ കാണുക. നമ്മൾ കോഡ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഡാഷ് വാച്ചിങ് ദി മൂവി. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ഫിനിഷ്ഡ് വാച്ചിങ് ദി മൂവി. അതായത് ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി സെൻറ്റൻസ് വിച്ച് ഡസ് നോട്ട് കൺവേ ദ മീനിങ് ഓഫ് ദി ഗിവൺ പ്രോവേർബ്. അപ്പോൾ ഇവിടെ ഒരു പ്രോവേർബ് കൊടുത്തിട്ടുണ്ട്. ഹൗവർ ലോങ് ദി നൈറ്റ് ദ ഡോൺ വിൽ ബ്രേക്ക്. അതായത് എത്ര നീണ്ട രാത്രിയാണെങ്കിലും എന്താ പറയുക, പുലരി വരും എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് എടുത്തേക്കാണ് അല്ലേ, ഒരു നെഗറ്റീവ് സെൻസായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പോസിറ്റീവാണ്, ലൈറ്റ് വരികയല്ല, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓൾ ദി വറീസ് ആർ ടെമ്പററി. അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ ടെമ്പററി ആണ്, അതായത് നല്ല കാര്യങ്ങളൊക്കെ വരും എന്നുള്ള രീതിയിൽ. ഓൾ ദി പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ് വൺസ് അല്ലേ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒക്കെ പോയിട്ട് നല്ല കാര്യങ്ങൾ വരും. അപ്പോൾ ഏതാണ്ട് ഇതേ മീനിങ് തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കിയത് വറീസ് വിൽ നെവർ എൻഡ്. ഒരിക്കലും വറീസ് എൻഡ് ചെയ്യില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ബാഡ് തിങ്സ് വിൽ എൻഡ് ഗുഡ് ടൈം വെയിറ്റ്സ്. ഇപ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദി സിനോണിം ഓഫ് ദി വേർഡ് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ്റെ സിനോണിം ഏതാ വരിക? ടാർജറ്റ് ആണ്. ടാർജറ്റ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരിക. ഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിധിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ദി വോയിസ്. പീപ്പിൾ വിൽ അഡ്മയർ ഹിം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ നമ്മൾ പാസീവിലേക്ക് ആക്കണം. പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഓക്സിലറി വെർബ്, മോഡൽ ഓക്സിലറി വെർബ് വരാണെങ്കിൽ, വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വെർബ് വരാണെങ്കിൽ അതിനെ പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കും ഉണ്ടാവും, പ്ലസ് V3 ഫോം, ഏതെങ്കിലും ഒരു V3 ഫോം ഓഫ് ദി വെർബും ഉണ്ടാവും അല്ലേ. ഇനി നോക്കിയേ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഹിം ആണെങ്കിൽ അത് സബ്ജക്റ്റിലേക്ക് ആക്കുമ്പോൾ ഹീ ആയിരിക്കണം.
അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഓപ്ഷൻ എടുത്ത് മാറ്റാം. ഇത് രണ്ടിലും പീപ്പിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി എവിടെയുള്ളത് നോക്കിക്കോ. ദേ ഇതിനകത്ത് എവിടെ ബി ഉള്ളത്? എവിടെയുണ്ട്? അപ്പോൾ ഹി വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ബിയും ഉണ്ട്, V3 ഫോമും ഉണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ഹി വിൽ ബി അഡ്മയർഡ് ബൈ പീപ്പിൾ. അടുത്ത ചോദ്യം നോക്കാം. ദ ചൈൽഡ് സാങ് മെലഡിയസ്ലി, പിക്ക് ഔട്ട് ദി അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. അതിനകത്ത് അഡ്ജക്റ്റീവ് ഇല്ല. കാരണം ദ ചൈൽഡ് സാങ് മെലഡിയസ്ലി. അപ്പം ഈ സാങ്ങിനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു ക്രിയനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് മെലഡിയസ്ലി എന്ന് പറയുന്നത് ആഡ്വർബാണ് അല്ലേ? സാങ് എന്ന് പറയുന്നത് എന്താ? വെർബാണ്. അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ആഡ്വർബ്. മെലഡിയസ്ലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ഇതിനകത്ത് ഇല്ല കേട്ടോ. ഇനി സപ്പോസ് എങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഹീ സാങ് എ മെലഡിയസ് സോങ്. ഓക്കെ, ഹീ സാങ് എ മെലഡിയസ് സോങ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ സോങ്ങിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് മെലഡിയസ് എന്ന് പറയുന്നത്. സോ ഇതെന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആണ്. കിട്ടിയോ? ഓക്കെ, അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദി വൺ വേർഡ് ഓഫ് ദി ഫ്രേസ് ഇമ്പോസിബിൾ ടു ഹാം? ഇമ്പോസിബിൾ ടു ഹാം അതായത് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത എന്നൊക്കെ മീനിങ് വരുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇൻവൾണറബിൾ ആണ് കേട്ടോ. ഇൻവൾണറബിൾ അതായത് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ്. പിന്നെ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇൻഡോമിറ്റബിൾ, ഇത് രണ്ടും ഏതാണ്ട് ഒരേ മീനിങ് ആണ് കേട്ടോ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ കഴിയാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻവിൻസിബിളും ഇൻഡോമിറ്റബിളും. ഓക്കെ, ഇൻവൾണറബിൾ ആണ് ഇമ്പോസിബിൾ ടു ഹാം, നമുക്ക് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത. ഇൻവേരിയബിൾ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യുന്ന, വേരി ചെയ്യുന്ന. ഇൻവേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യാത്ത, അതായത് കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷീ സ്വിംസ് വെൽ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആൻസർ എന്താ? സ്വിംസ് ഉണ്ട്, എസ് ഉണ്ട്. എസ് ഉണ്ടെങ്കിൽ ഡസ് വരും അല്ലേ? ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പോൾ ഈ ഒരു ഭാഗം നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഡസൻ ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഡസൻ ഷീ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇതിലേതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത്? മെലവലൻസ് അല്ലേ? ഈ ഓപ്ഷൻ ഡി ആണ്. മെലവലൻസ് എന്ന് പറഞ്ഞാൽ പക, വിരോധം എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ മെലവലൻസ്. അപ്പം ഏതെങ്കിലും ഒരു മെയിലിന് ഭയങ്കര പകയുണ്ടെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മെയിലായിട്ടൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് ദി സൂപ്പർലേറ്റീവ് ഓഫ് സ്പ്ലെൻഡിഡ്? സ്പ്ലെൻഡിഡിൻ്റെ സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഒക്കെ വെച്ചിട്ട് പറയുന്നതല്ലേ. അപ്പോൾ മോസ്റ്റ് സ്പ്ലെൻഡിഡ് ആണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് വൺ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സെർവ്ഡ് വിത്ത് ടീ. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് ദി കറക്റ്റ് ഹെൽപ്പിംഗ് വേർബ്. ആൻസർ വാസ് ആണ്. ഇവിടെ ബ്രെഡും ബട്ടറും എന്ന് പറയുന്ന ഒറ്റ കൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ബ്രെഡും ബട്ടറും ചായയോടൊപ്പം കൊടുത്തിരുന്നു എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ കൺസെപ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. നമ്മുടെ ആൻസർ വാസ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയ വേറ് പ്ലൂരിൽ, വേറ് ഇവിടെ പ്ലൂരിൽ, ഇതും പ്ലൂരിൽ. അപ്പോൾ ഇത് മൂന്നും എന്തായാലും വരില്ല കേട്ടോ. ഓഡ് മാൻ ഔട്ടായിട്ട് വരുന്നത് വാസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളൊരു 50+ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.